ഒരു കുട്ടി ഹെന്ന സ്റ്റോറി പറഞ്ഞാലോ. അതായത് ഇതെൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഇടുന്നത്. എല്ലാവരും ഇങ്ങനെ ചോദിക്കും, നിങ്ങളെല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്, നിങ്ങളെ കയ്യിൽ ആരാ മൈലാഞ്ചി ഇട്ട് തരിക, നിങ്ങളെ കല്യാണത്തിന് ആരാ മൈലാഞ്ചി ഇടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കല്യാണത്തിന് എനിക്ക് തന്നെ മൈലാഞ്ചി ഇടാൻ പറ്റുന്ന, പക്ഷേ അതൊരിക്കലും പോസിബിൾ അല്ല. കല്യാണത്തിൻ്റെ തിരക്ക്, കല്യാണത്തിൻ്റെ പർച്ചേസ്, ബാക്കിയുള്ള എല്ലാ ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ തന്നെ മെഹന്തി ഇടുക എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ടയറിങ്, ഭയങ്കര ടയേർഡാവുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണത്തിന് വേറൊരു ആർട്ടിസ്റ്റാട്ടോ ഇട്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചേ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ മെഹന്തി ഇങ്ങനെ പോകുന്നതിന് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന മെഹന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇടുക, ഒരുപാട് ഡിസൈൻസ് റെഫർ ചെയ്ത് ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് എനിക്കിടാമെന്ന് വിചാരിച്ചിട്ട് പിൻട്രസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും ബാക്കി ഗൂഗിളിലൊക്കെ കാണുന്ന ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് വെക്കുമെങ്കിലും നമ്മൾ ഇടാൻ പോകുമ്പോൾ ഒരു സെർച്ചിങ് എന്തായാലും ഉണ്ടാവും, ഏതിടണം. അപ്പോൾ അങ്ങനെ സെർച്ചിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളൊരു മെഹന്തി ഡിസൈൻ സെലക്ട് ചെയ്യും. അപ്പോൾ മെഹന്തി ഡിസൈൻ സെലക്ട് ചെയ്ത് അത് അതുപോലെ തന്നെ ഇടണോ, അതിലിനി എന്തെങ്കിലും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരണോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും ഒരു രാത്രി ആയിട്ടുണ്ടാവും. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മെഹന്തി ഇടാനിരിക്കുക, സ്വയം ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ കാരണം ആ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്റ്റെയിൻ പ്രോഗ്രസ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പകലാണെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചിരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് രാത്രി ഇടുന്നത്. അപ്പോൾ രാത്രി ഇടുന്ന സമയത്ത് ഇത്രയും ടൈം പോയി, മെഹന്തി ഡിസൈൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങ് ടൈം പോയി. അപ്പോൾ ഇടാൻ തുടങ്ങി. ഇനി അതൊരു ഫുൾ ഹാൻഡ് ഡിസൈൻ ആണെങ്കിൽ ടാസ്ക്കാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ സ്വയം മെഹന്തി ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് അതെന്തായാലും മനസ്സിലാവുന്നുണ്ടാവും. നമുക്കെപ്പോഴും ഇപ്പം ഒരു പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ എനിക്കെപ്പോഴും എൽബോ തൊട്ടിട്ട് ഫിംഗർ ടിപ്പ് വരെ മാത്രമേ എൻ്റെ കയ്യിലാണെങ്കിലും എനിക്ക് അങ്ങനെ ഇടാൻ പറ്റുള്ളൂ, എന്നാലേ ഒരു പെർഫെക്ഷൻ വരൂ എന്നുള്ള തോട്ടാണ്. അപ്പോൾ അങ്ങനെയല്ല, അതെൻ്റെ മിത്താണെങ്കിൽ, എനിക്ക് വെറുതെ തോന്നുന്നതാണെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൈ മുട്ട് മുതൽ ഫിംഗർ ടിപ്പ് വരെ ഇങ്ങനെ ഡിസൈൻ ചെയ്യും. ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ഓരോ ഡിസൈന് ചെയ്ത് ഒരു ചെറിയ ബ്രേക്ക് എടുക്കും, എന്നിട്ട് ശ്വാസം വലിക്കും. അങ്ങനെയാണ്. കാരണം ലൈൻസ് വരയ്ക്കുമ്പോഴോ ഹംസ് വരയ്ക്കുമ്പോഴോ നമുക്ക് സ്വയം ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ഒരു തെറ്റിപ്പോ, കാരണം നമ്മുടെ ബോഡി അനങ്ങുകയാണ്. ബ്രീത്ത് ചെയ്യുമ്പം ചെറുതായിട്ടെങ്കിലും ബോഡി അനങ്ങുകയാണ്. അപ്പോൾ പെർഫെക്ഷൻ വരില്ല. അങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വലിച്ച് ഇട്ടുകൊണ്ടും ശ്വാസം വലിക്കുക ഇടുക ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഈ തിക്ക് ലൈൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. തിക്കായിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്യൂല, അതവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് പാതിരി ആയിട്ടുണ്ടാവും, കാരണം ഫുൾ ഹാൻഡ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പാതിരി ആയിട്ടുണ്ട്. അങ്ങനെ പാതിരി ആയാലും ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യും. കാരണം ഇത് കയ്യിൻ്റെ ഉള്ളിൽ ഡാർക്ക് ഡിസൈൻ ആണെങ്കിൽ കൈ ഇങ്ങനെ ഒന്ന് ചുരുട്ടുമ്പം തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പം തന്നെ സ്പ്രെഡാവും. അങ്ങനെ അതും കഴിഞ്ഞ് ആ വെയിറ്റിങ്ങും കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. ഒന്ന് ഡ്രൈ ആവണം. സീലൻ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സീലൻ്റ് യൂസ് ചെയ്തിട്ട് അതും ഡ്രൈ ആയിട്ട് വേണം പിന്നെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ കഴിയുമ്പോഴത്തേനും വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോയോ വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടാവില്ല, ഇതൊക്കെ സ്വയം തന്നെ എടുക്കണം. അപ്പോൾ അതും ഒരു ടാസ്ക്കാണ്. അങ്ങനെ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും. ഇനിയിപ്പം സ്വയം വീഡിയോ എടുക്കുമ്പോൾ നമുക്കെപ്പോഴും വേറൊരു പൊസിഷനിലാണ്. നമ്മളിപ്പോൾ മറ്റൊരാളുടെ ഫോട്ടോ എടുക്കുന്ന പോലെയല്ല, നമ്മുടെ കൈൻ്റെ ഫോട്ടോ എടുക്കുമ്പം സാധാരണ ആ ഒരു ലുക്കിലല്ല ഉണ്ടാവുക.
മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ട്രൈ ചെയ്ത് ഇതൊക്കെ ഒരു കൈനെ കൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഫോട്ടോ എല്ലാം സെറ്റാക്കുമ്പോഴത്തേനും എന്താ പറയുക, പാതിരാത്രി 3 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് വീണ്ടും സ്റ്റെയിനിൻ്റെ ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞ് ഒരു 48 hours കഴിഞ്ഞിട്ട് വീണ്ടും ഫോട്ടോ എടുക്കണം. അതാണ് എപ്പോഴും മറന്നുപോകല്. അപ്പം അങ്ങനെ മറന്നിട്ട് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ ഫോട്ടോ എടുക്കും, എന്നിട്ടിങ്ങനെ കാണിച്ചു തരും.